നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്കും കൂടി കുറച്ച് താമോ. ഇല്ല, കഴിഞ്ഞ 2 തവണ ഞാൻ ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ അങ്കിള് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ കോടതിയിലായിരുന്നില്ലേ? അങ്കിൾ എവിടെയായിരുന്നൊന്നും എനിക്കറിയണ്ട. എന്നെ കൊണ്ടുപോയ ജാനകി ആന്റിക്കും ഞാൻ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. അങ്കിളിന് ഞാൻ തരില്ല. അന്ന് എനിക്കും വേണ്ട. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാം. എന്താ ഇതെന്താ രണ്ടൊരു ഐസ്ക്രീം കഴിക്കുന്നേ? എന്തെങ്കിലും വിശേഷമുണ്ടോ? എല്ലാ ദിവസവും ഇത് തന്നെയാണോ പരിപാടി? അങ്ങനെ സ്ഥിരമായിട്ട് ഐസ്ക്രീം കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞങ്ങള് ദിവസം ഐസ്ക്രീം കഴിക്കാറൊന്നുമില്ലല്ലോ. ഇന്നങ്കിള് കോടതിയിൽ കേസ് ജയിച്ചു. അതിന്റെ ചെലവാ. അതിന് അങ്കിള് മജിസ്ട്രേറ്റ് അല്ലേ? അപ്പൊ എങ്ങനെയാ അങ്കിള് കേസ് ജയിക്ക? ന്യായം ജയിച്ചു. അങ്കിള് ന്യായത്തിന്റെ ഭാഗത്തല്ലേ? അപ്പൊ അങ്കിള് ജയിച്ച പോലെ ആയില്ലേ? അതെ അതെ. അമ്മയ്ക്കും ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. എന്നെ സോപ്പിടാനൊന്നും നോക്കണ്ട. എനിക്ക് നിന്റെ ഐസ്ക്രീം ഒന്നും വേണ്ട. അമ്മയുടെ ഫേവറേറ്റ് ആയ ബട്ടർ സ്കോച്ചാ. എനിക്ക് ആ ഫ്ലേവറാണ് ഇഷ്ടമെന്ന് മോക്ക് എങ്ങനെ അറിയാം? പോലീസുകാർക്ക് ആ ഫ്ലേവർ അല്ലേ ഏറ്റവും ഇഷ്ടം? എന്നാ ആര് പറഞ്ഞു? ജികെ. ജികെ? അതെ, ജികെ ഇത് വാങ്ങാൻ പറഞ്ഞത്. അമ്മ ജികെ ഒന്ന് പരിചയപ്പെടണം. അമ്മയ്ക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട തന്നെ. ഇത് തീർന്നു. ഞാൻ കുറച്ചുകൂടി എടുത്തിട്ട് വരാം. മൂന്താ, എന്നാലും അയാൾക്ക് എനിക്കിഷ്ടമുള്ള ഫ്ലേവർ എങ്ങനെയാ മനസ്സിലായത്? മുകുന്ദനാണോ അയാളോട് പറഞ്ഞത്? എനിക്കതല്ലേ പണി. അവനെ ഗസ് ചെയ്ത് പറഞ്ഞ ചിലപ്പോ ശരിയായതായിരിക്കും. ഇപ്പൊ പെട്ടുപോയേനെ. അച്ഛൻ എന്നെ വിളിച്ചോ? എനിക്ക് പറയാനുള്ളതും കൂടി കേൾക്കാൻ അച്ഛനൊരു അവസരം തന്നതിന് നന്ദിയുണ്ട്. ഞാൻ നിനക്ക് പറയാനുള്ളത് കേൾക്കാനല്ലേ നിന്നെ വിളിപ്പിച്ചത്. എനിക്ക് പറയാനുള്ളത് പറയാനാ. സഞ്ജു ഒരു മണ്ടനാ. നിന്നോടുള്ള പ്രേമം കാരണം അവന് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാനും മനസ്സിലാക്കാനും കഴിയും. നീ എന്റെ മരുമോളാവാനായിട്ട് ഒരുപാട് കളികൾ കളിച്ചു. ഇല്ലാത്തൊരു ഗർഭത്തിന് വേണ്ടിയിട്ടായിരുന്നു സഞ്ജു നിന്നെ കല്യാണം കഴിച്ചതെന്ന് അവൻ പോലും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അച്ഛൻ ദയവ് ചെയ്ത് ശാലിനി പറയുന്ന നുണക്കഥകൾ വിശ്വസിക്കരുത്. ഞാൻ ശരിക്കും പ്രഗ്നന്റ് ആയിരുന്നു. അതിന് തെളിവൊന്നുമില്ലല്ലോ. സാരമില്ല, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. നിന്നോട് എനിക്ക് ആരാധന മാത്രമേ തോന്നുന്നുള്ളൂ. സ്വന്തം ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. പക്ഷേ നിന്നെ ദൈവം തോൽപ്പിച്ചു കളഞ്ഞു മോളെ. ഈ കുടുംബത്തിന് ഒരു അവകാശം ഉണ്ടാക്കുക എന്നുള്ളതാണ് നീ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യം. അതുപോലും നിന്നെ കൊണ്ട് നടന്നില്ല. പിന്നെ എന്തിനാ നിന്നെ പോലൊരു വഞ്ചകയെ ഞാൻ എന്റെ കുടുംബത്തിൽ വെച്ച് ഉറപ്പിക്കുന്നേ? ഞാനും സഞ്ജു ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഇനിയും കുറെ ട്രീറ്റ്മെന്റ്സ് നടത്താനുണ്ട്. പൂർണ്ണമായിട്ടും പ്രതീക്ഷ കൈവിടാറായിട്ടില്ല. നീ വെറുതെ ഓരോന്ന് പറയണ്ട മോളെ. നിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് ഞാൻ നഗരത്തിലെ ഏറ്റവും നല്ല ഡോക്ടർമാർക്ക് അയച്ചു കൊടുത്തു. നീ അമ്മയാവാൻ 1% പോലും സാധ്യതയില്ലെന്ന് അവര് പറഞ്ഞത്.